صراحة مرة ثانية كرة من كارفاخال خطيرة يا رونالدو. Why you are mocking him or why you are trolling him? ഡെഫിനറ്റ്ലി ഫുട്ബോൾ കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ ട്രോളും കളിയാക്കൽ കൊണ്ട് മൂടപ്പെട്ടേക്കാം. പക്ഷെ മനുഷ്യൻ നിലക്ക്, പേഴ്സണാലിറ്റി, വ്യക്തിത്വം നിലക്ക് ഈസ് എ ബ്രില്യൻ മാൻ, ഈസ് എ കൈൻഡ് മാൻ. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ രാജ്യാന്തര ജേഴ്സിയിൽ തൻ്റെ 7-ാം നമ്പർക്ക് കുറുകയായിട്ട് സമാധാനത്തിനായി പോരാടൂ, പീസ്, സമാധാനമാണ് ഈ ലോകത്ത് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ലിബിയിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് തന്റെ ജേഴ്സി സമ്മാനിക്കുകയുണ്ടായി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ഇസ്രായേൽ ഫലസ്തീൻ എന്ന നഗരത്തെ വീർപ്പുമുട്ടിച്ചപ്പോൾ ജനോസൈഡ്, നരഹത്യ, ക്രൂരമായി സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും മർദ്ദിച്ച് കൊലകൾ നടത്തിയപ്പോൾ അദ്ദേഹം പലതവണ പ്രതികരിച്ചിട്ടുണ്ട്. പല രീതിയിൽ അദ്ദേഹം ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. അതിലുപരി യുക്രൈൻ വാർ നടന്ന സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ മക്കൾക്ക് ഈ ലോകം ജീവിക്കാൻ അനുവദിക്കൂ, സമാധാനത്തോടുകൂടെ അവർ ജീവിച്ചുല്ലസിക്കട്ടെ എന്നുള്ള ഒരു ടൈറ്റിൽ, എന്നൊരു വേർഡ്സ് അദ്ദേഹം സ്റ്റോറിയിൽ പങ്കുവെക്കുകയുണ്ടായിരുന്നു. ദെൻ ആസ് എ പേഴ്സണാലിറ്റി, വ്യക്തിത്വം നിലനിൽക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് എ ബ്രില്യന്റ് മാൻ, ഈസ് എ കൈൻഡ് മാൻ. വൈ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളും ഇപ്പോഴും മൗനത്തിലാണ്. ഒരാൾ പോലും ശബ്ദിച്ചിട്ടില്ലല്ലോ. എന്താ ഭയം? അമേരിക്ക ദി പവർ ഹൗസ്, അമേരിക്ക എന്ന റിയൽ സ്റ്റേറ്റിന് ഭയമാണ്. ആ ഭയം കൊണ്ട് പലരും മൗനത്തിലാണ്. ആ ഒരു സമയത്ത് ഡയറക്റ്റ് ആയിട്ട് തന്റെ ജേഴ്സിയിൽ സമാധാനത്തിനായി പോരാടൂ എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ജേഴ്സിയിൽ കയ്യൊപ്പ് ചാർത്തിയിട്ട് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ റീസൺ കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ എന്ന കലാമാമാങ്കത്തിലുള്ള ഒരു വ്യക്തിയേക്കാൾ ആസ് എ പേഴ്സണാലിറ്റി, മനുഷ്യത്വം എന്നുള്ള ഒരൊറ്റ ടൈറ്റിൽ ഈസ് എ ബ്രില്യൻ മാൻ, ഈസ് എ കൈൻഡ് മാൻ. So not trolling his videos or goals for mocking or trolling just like ETC. I love Palestine. Hey, I am Cristiano Ronaldo speaking. Can't you see what's happening? The people of Palestine are suffering beyond imagination. The Israeli forces are bombing them mercilessly. Gaza is turning into rubble. Children are crying, parents are lying lifeless, and the world remains silent. The air in Gaza smells of blood and sorrow. I have always stood with the people of Palestine.